അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദൽ മുർസലീൻ അമ്മാ ബഅദ്. പരിശുദ്ധ മക്കയിൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തഹയ്യത്ത് നമസ്കാരം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള ചര്യ എന്താണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ 1641 വചനത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ട് പറയാണ്, അന്നഹു അവ്വലു ഷൈഇൻ, അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള ആദ്യത്തെ കാര്യം മക്കയിലെത്തിയപ്പോൾ ബദഅ ബിഹി ഹീന ഖദിമ അന്നഹു തവല്ലഅ, മക്കത്തെത്തിയപ്പോൾ വുളൂ ചെയ്തു. സുമ്മ ത്വാഫ ബിൽ ബൈത്തി, എന്നിട്ട് ആ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തു, തവാഫ് ചെയ്തു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അങ്ങനെയുള്ള മുൻഗാമികളായിട്ടുള്ള ഖലീഫമാർ, അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖന്മാരായ സ്വഹാബത്ത്, അവരൊക്കെ പരിശുദ്ധ ഹറമിൽ എത്തിയപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് തവാഫായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരാൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ അത് ഹജ്ജിൻ്റെ 3 രൂപങ്ങളുണ്ടല്ലോ. ഇഫ്രാദായിട്ടുള്ള ഹജ്ജാകട്ടെ, ഖിറാനായിട്ടുള്ള ഹജ്ജാകട്ടെ, അവർ തവാഫുൽ ഖുദൂം ചെയ്യുക. അതുപോലെ തന്നെ മുതമത്തി ആയിട്ട് ഹജ്ജ് ചെയ്യുന്നവർ, അതുപോലെ ഉംറ കർമ്മം മാത്രം ഉദ്ദേശിച്ചു പോകുന്നവർ, അവർ ഉംറയുടെ തവാഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആദ്യം അവിടെ തവാഫാണ് ചെയ്യേണ്ടത്. അതാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്ന 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരത്തിൻ്റെ സ്ഥാനത്ത് അവർ തവാഫാണ് ചെയ്യേണ്ടത്. അത് വ്യക്തമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് മക്കത്തേക്ക് ആദ്യം വരുന്ന, പരിശുദ്ധ മക്ക ഹറമിലേക്ക് കടന്നു വരുന്ന ആൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണെന്ത്? തവാഫ് എന്ന് പറയുന്നത്. ഇനി മക്കത്ത് ഒരാൾ പോയി അവിടെ ഒരാഴ്ചയോ 10 ദിവസമോ 15 ദിവസമോ ഏതാനും നിശ്ചിത ദിവസങ്ങൾ അവിടെ നിൽക്കുകയാണെന്ന് കരുതുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം എന്ന് പറയുന്നത് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ 2, 3, 5, 10 ഒക്കെ വിദൂരത്ത് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെയുള്ള ലോഡ്ജിലോ ഫ്ലാറ്റിലോ റൂമിലൊക്കെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഹറമിലേക്ക് വരികയാണ്. ആ ഹറമിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? തവാഫിനാണ് പ്രാധാന്യം നൽകേണ്ടത്. വകദാലിക ഗൈറുൽ ഖാദിമി ഇദാ ദഖലൽ മസ്ജിദൽ ഹറാം വനിയ്യതുഹു അൻ യതൂഫ ഇൻദ ദുഖൂലിഹി ഫതഹിയ്യത്തുൽ മസ്ജിദി ഫീ ഹഖ്ഖിഹി അത്വവാഫ്. അതായത് ഗൈറുൽ ഖാദിം, പുറത്തുനിന്ന് കടന്നു വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് മക്കയിൽ താൽക്കാലികമായി നിൽക്കുന്ന ഒരാളാണെന്ന് കരുതുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചയോ 10 ദിവസമോ അങ്ങനെയുള്ള ഒരാൾ ഇദാ ദഖലൽ മസ്ജിദൽ ഹറാം, അയാൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ അയാൾക്ക് എന്ത് നിയ്യത്തുണ്ട്? തവാഫ് ചെയ്യണമെന്നുള്ള നിയ്യത്തുണ്ട് എങ്കിൽ അയാൾ തഹിയ്യത്ത് നമസ്കരിക്കല്ലേ വേണ്ടത്, നേരിട്ട് പോയിട്ട് തവാഫ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കണം. ചിലപ്പോൾ തിരക്കായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് ഉംറ ചെയ്യുന്ന ആളുകളെ മാത്രമായിരിക്കും കടത്തി വിടുക. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ നിയ്യത്തുണ്ട്, അതിന് സൗകര്യമുണ്ട് എങ്കിൽ തവാഫാണ് വേണ്ടത്. അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്തുൽ മസ്ജിദിൻ്റെ സ്ഥാനത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത് മഹാനായിട്ടുള്ള അൽ ഹത്വാബ് അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ വാക്കുകളാണ്. മവാഹിബുൽ ജലീൽ ഷറഹു മുഖ്തസർ ഖലീൽ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഹജ്ജിന് വരുന്നവർ, ഹജ്ജിൻ്റെ ഏത് രൂപമാകട്ടെ, തമത്തോ ഇഫ്രാദോ ഖിറാനോ, ഇനി അതല്ല ഉംറക്ക് വരുന്നവനോ ഒക്കെ ആയിട്ടുള്ള ആൾ ആദ്യമായി ചെയ്യേണ്ടത് തവാഫാകുന്നു.
അതാണ് തഹിയ്യത്തുൽ മസ്ജിദിൻ്റെ അഥവാ തഹിയ്യത്ത് നമസ്കാരത്തിൻ്റെ സ്ഥാനത്തുള്ളത്. ഉംറ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ മുത്തമത്തിയായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉംറയുടെ റുക്കനായിട്ടുള്ള തവാഫാണ്, അനിവാര്യ ഘടകമായിട്ടുള്ള തവാഫാണ് ചെയ്യുന്നത്. ഇഫ്രാദായിട്ട് ചെയ്യുന്ന ആൾ അതുപോലെ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ അവരെ സംബന്ധിച്ചിടത്തോളം ഖുദൂമിൻ്റെ തവാഫാണ്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് മക്കയിൽ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് തവാഫാണ്. അതുപോലെ തന്നെ മക്കയിൽ താമസിക്കുന്ന ഒരാൾ, അത് ഒരു മാസമോ അരമാസമോ ഒക്കെ താമസിക്കുന്ന ആളുകളും ഹറമിലേക്ക് വരുമ്പോഴെല്ലാം തവാഫാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ തവാഫാണ് അവരുടെ തഹിയ്യത്ത് എന്ന് മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല തൻ്റെ അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു, ഖാല അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വൽ ഇബ്തിദാഉ ബിത്തവാഫി, തവാഫ് കൊണ്ട് ആരംഭിക്കൽ മുസ്തഹബുൻ, അത് ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ലികുല്ലി ദാഖിലിൻ, എല്ലാ അങ്ങോട്ട് പ്രവേശിക്കുന്ന എല്ലാവർക്കും അത് മുസ്തഹബാണെന്ന. സവാഉൻ കാന മുഹരിമൻ ഔ ഗൈറഹു, മുഹരിമാകട്ടെ അല്ലാത്തയാളാകട്ടെ, ഇഹ്റാമിൽ പ്രവേശിച്ചവനാകട്ടെ, പിന്നെ ഇഹ്റാം ചെയ്തവനാകട്ടെ, ഇഹ്റാം ചെയ്യാത്ത, അല്ലെങ്കിൽ ഉംറയൊക്കെ കഴിഞ്ഞ് ഹജ്ജൊക്കെ ചെയ്ത് മക്കത്ത് ഏതാനും ദിവസം ഹറമിലൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കണം, അവിടെ കഴിയണം, ഇരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മക്കയിൽ താമസിക്കുന്ന ആളുകൾ അവർ ഹറമിലേക്ക് വരുമ്പോഴും അവർക്ക് എന്താണ് തവാഫ് കൊണ്ട് ആരംഭിക്കലാണ് മുസ്തഹബ് എന്നാണ് മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല വളരെ സ്പഷ്ടമായി കൊണ്ട് രേഖപ്പെടുത്തുന്നത്. ഹദീസിൽ നിന്നുള്ള വെളിച്ചവും അതുതന്നെയാണ്. എന്നാൽ മക്കയിൽ ഒരാൾ നിൽക്കുകയാണ്, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ചയോ 10 ദിവസമോ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യം തവാഫൊക്കെ ചെയ്തിട്ടുണ്ട്, ഉംറ പൂർത്തീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓരോ ഭക്തനും ജമാഅത്തിന് വരുമ്പോഴെല്ലാം തവാഫ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് വിചാരിക്കുക. തവാഫ് ചെയ്യാൻ അദ്ദേഹത്തിന് അവിടെ തിരക്ക് കൊണ്ടും മറ്റും തടസ്സമാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ നിയ്യത്ത് കരുതുന്നില്ല എങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? 2 റക്അത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.